പുതുവത്സരത്തിലെ ആദ്യത്തെ ക്ലാസ്സാണ് നമ്മുടെ. ഏഹ് എല്ലാവർക്കും വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല വർഷം ദൈവം നൽകട്ടെ. വളരെ പ്രതീക്ഷയോടുകൂടെയൊക്കെയാണ് നമ്മൾ പ്രാർത്ഥിച്ച് ഈ വർഷം ആരംഭിച്ചത്. ഞങ്ങൾ കുടുംബമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഇരുന്ന് 12 മണി, കൃത്യം 12 മണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പുതുവത്സരത്തെ പ്രാർത്ഥനയോടെ സ്തോത്രത്തോടെ വരവേറ്റു. ഞങ്ങൾ പ്രാർത്ഥിച്ച ഒരു കാര്യം, ഈ വർഷം കർത്താവെ അസന്തോഷവും കണ്ണുനീരും പ്രദാനം ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടാകരുത്. 24-ൽ വലിയ സംഭവങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നു. അതിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. പക്ഷെ ആ രാത്രി തന്നെ വെളുക്കുന്നതിന് മുമ്പ് എത്രയോ അനിഷ്ട സംഭവങ്ങളാണ് നടന്നത്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മുടെ കർത്താവ് വരുമ്പോൾ വന്നു കഴിഞ്ഞേ ഇതെല്ലാം ശാന്തമാകുകയുള്ളൂ. അതുകൊണ്ട് പ്രതീക്ഷയോടെ നമ്മുടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മൾക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പഠനം നമ്മൾക്ക് തുടരാം. അല്പം കൂടെ വേഗത്തിൽ മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. കർത്താവ് സഹായിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തില് നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് യേശുക്രിസ്തുവും നിക്കോദെമാസുമായിട്ടുള്ള അഭിമുഖമാണ്. അവർ തമ്മിൽ കണ്ടുമുട്ടുന്നതും കർത്താവും അവരുമായിട്ട് നിക്കോദെമാസുമായിട്ട് ഉള്ള സംഭാഷണമാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത്. അവിടെ നമ്മളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തുടങ്ങി വെച്ചത് രാത്രിയിൽ നിക്കോദെമാസ് യേശുവിൻ്റെ അടുക്കൽ വന്നു എന്നുള്ള വചനത്തെ ആസ്പദമാക്കിയുള്ള ഒരു പഠനമാണ്. 2-ാം വാക്യം, അവൻ രാത്രി യേശുവിൻ്റെ അടുക്കൽ വന്ന് ചോദിക്കുന്ന ചോദ്യമാണ്. കർത്താവിനോട് പറയുന്ന പ്രസ്താവനയും തുടർന്ന് ഉന്നയിക്കുന്ന ആ കാര്യങ്ങളുമാണ് നമ്മളവിടെ വായിച്ചെടുക്കുന്നത്. അതിൽ നമ്മൾ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തായാലും ആ പഠനത്തോട് ബന്ധപ്പെട്ട് നമ്മൾ പരാമർശിക്കേണ്ടതും പഠിക്കേണ്ടതുമായ ഒരു വിഷയമാണ് യോഹന്നാന്റെ സുവിശേഷത്തിലെ രാത്രി. അതിൽ നമ്മൾ ചിന്തിച്ചത് 2-ാം അധ്യായത്തിലെ ആശയറ്റ, പ്രതീക്ഷയറ്റ അല്ലെങ്കിൽ പ്രതിസന്ധിയുടെ ഒരു രാത്രിയിൽ കർത്താവ് ആ കാനായിലെ വീട്ടില്, രാത്രിയിലാണ് വിവാഹം നടക്കുന്ന യഹൂദന്മാർ, ആ ഇല്ലായ്മയെ, പ്രതിസന്ധിയെ പരിഹരിച്ച് ആ കുടുംബത്തിന്റെ കണ്ണുനീർ തുടച്ചതാണ് 2-ാം അധ്യായത്തിലെ രാത്രി. 3-ാം അധ്യായത്തിൽ ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന ഭാഗത്തെ രാത്രിക്ക് നമ്മൾ കൊടുത്ത പേര് ഭീരുത്വത്തിന്റെ, ഭയത്തിന്റെ രാത്രിയാണ്. അദ്ദേഹം യഹൂദന്മാരെ ഭയന്നാണ്, സമൂഹത്തെ ഭയന്നാണ് യേശുവിന്റെ അടുക്കൽ ചെല്ലുന്നത്. അപ്പോൾ അത് ഈ ഭീരുത്വത്തിൽ കഴിയുന്നവരെല്ലാവരും രാത്രിയിലാണ് എന്നുള്ളത് ഒരു വലിയ സത്യമാണ്. എന്നാൽ അവിടെ നിക്കോദെമാസ് വീണ്ടും ജനിക്കുന്നു. അവൻ ധീരനായി മാറും. ഒരു ധീരനായി മാറുന്നതാണ് ഈ 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന രാത്രി. 3-ാമത്തെ രാത്രി നമ്മൾ കണ്ടത് 13-ാം അധ്യായത്തിലെ രാത്രിയാണ്. യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രി. യൂദായുടെ ആ അനുഭവത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ആ 13-ാം അധ്യായത്തിൽ വരുമ്പോൾ നമ്മൾക്ക് വീണ്ടും ഇദ്ദേഹത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ കൂടെ പഠിക്കേണ്ടതായി വരും. ഒരു പ്രാകൃത മനുഷ്യൻ, യേശുക്രിസ്തുവിനെ യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയാം, പക്ഷേ കർത്താവിനെ അറിഞ്ഞ് കർത്താവിൽ വിശ്വസിക്കാത്ത ഒരു പ്രാകൃതൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നാച്ചുറൽ മാൻ, രക്ഷിക്കപ്പെടാത്ത പ്രാപഞ്ചിക മനുഷ്യൻ. 4-ാമത്തെ രാത്രി 21-ാം അധ്യായത്തിലാണ് നമ്മൾ അത് കാണുന്നത്. അതിന് നമ്മൾ കണ്ടു, ഞാൻ അല്പം വിശദമായിട്ട് അതിൻ്റെ മുഖവുര പറഞ്ഞു. പിന്മാറ്റത്തിൻ്റെ രാത്രിയാണ് ആ രാത്രി, പിന്മാറ്റത്തിൻ്റെ രാത്രി.
യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, കർത്താവിനെ കണ്ടു. അല്ല, ദിദിമോസ് എന്ന തോമസ് ഒക്കെ ആണെങ്കിൽ എൻ്റെ കർത്താവും എൻ്റെ ദൈവമേ എന്ന് വിളിച്ച് അവൻ്റെ ആ പാപബോധത്തിൽ അവൻ ഉറക്ക കരഞ്ഞു. അവര് കർത്താവിൻ്റെ മുമ്പിൽ തങ്ങളെ തന്നെ അവരുടെ ജീവിതത്തിലെ കുറവുകളെയൊക്കെ കണ്ടു. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് വ്യക്തമായി ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ട് കർത്താവിനെ വിട്ട് പഴയ ജോലിക്ക് പോകുന്ന, മീൻപിടുത്തത്തിന് പോകുന്ന പത്രോസിനെയും ബാക്കി 6 പേരെയുമാണ് നമ്മൾ അവിടെ കാണുന്നത്. ആ പിന്മാറ്റത്തിന്റെ രാത്രി. ആ രാത്രിയുടെ പ്രത്യേകത ദൈവാത്മാവ് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 3-ാം വാക്യത്തിന്റെ അവസാന വാചകം എന്താ? ആ രാത്രിയിൽ അവർ ഒന്നും പിടിച്ചില്ല. യേശുവിനെ വിട്ട് പിന്മാറ്റത്തിലേക്ക് പോകുന്നയാള് ഒന്നും നേടുന്നില്ല. ആ നേടുന്നതെല്ലാം അവർക്ക് നഷ്ടമാണ്. ഒന്നും ബാക്കിയുണ്ടാവില്ല. ആ രാത്രിയിൽ അവർ ഒന്നും പിടിച്ചില്ല. ഇനിയും ആ രാത്രി അവസാനിക്കുകയാണ്. ആ രാത്രി അവസാനിപ്പിച്ചുകൊണ്ട് നോക്കണം, 5-ാം വാക്യത്തിൽ 4-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, പുലർച്ചെയായപ്പോൾ. ഉണ്ടോ? യോഹന്നാൻ 21-ന്റെ 4-ാം വാക്യം. പുലർച്ചെ ആയപ്പോൾ യേശു കരയിൽ വന്നു. രാത്രി അവസാനിപ്പിച്ചുകൊണ്ട് കർത്താവ് അവിടെ വരികയാണ്. അവിടെ വന്നിട്ട് വിളിക്കുന്നത് 5-ാം വാക്യത്തിൽ. ഞാൻ ആ സന്ദർഭം ചുരുക്കി പറയും. 21-ാം അധ്യായത്തിൽ വരുമ്പോൾ നമ്മൾക്ക് കൂടുതൽ വിശദീകരിച്ച് പഠിക്കാം. 5-ാം വാക്യത്തില് നമ്മൾ കാണുന്നത് കർത്താവ് അവരെ വിളിക്കുകയാണ്. 7 പേരും രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. രാത്രി മുഴുവൻ വലവീശി, ഒന്നും കിട്ടിയില്ല. അപ്പോൾ കരയിൽ നിന്ന് കർത്താവ് ചോദിക്കുന്ന ആ ചോദ്യം നോക്കി, അവിടെ എഴുതിയിരിക്കുന്ന എങ്ങനെയാ? കുഞ്ഞുങ്ങളെ എന്നാണ് അവരെ വിളിക്കുന്നത്. ഇല്ലേ? നമ്മളാണെങ്കിൽ ഇവരെ എന്താ വിളിക്കുക? ഒരു വിശ്വാസിക്ക് വിളിക്കാവുന്നതിൽ ഏറ്റവും സഭ്യമായ ഒരു വാക്ക് നോക്കി നമ്മൾ ഇവരെ വിളിക്കും. ഇല്ലേ? പറഞ്ഞ പക്ഷേ എടാ നന്ദി കെട്ടവന്മാരെ എന്നെങ്കിലും വിളിക്കും. നന്ദി കെട്ടവരെ എന്നെങ്കിലും വിളിക്കും. പക്ഷെ കർത്താവരെ വിളിച്ചുണ്ടോ? ഇതാണ് കർത്താവിന്റെ സ്നേഹം. കുഞ്ഞുങ്ങളെ എന്ന് കർത്താവരെ വിളിക്കുകയാണ്. എത്ര പിന്മാറ്റത്തിൽ പോകുന്നവനെയും മടക്കിക്കൊണ്ടുവരുവാൻ സ്നേഹത്തോടെ പിന്നാലെ പോകുന്ന യേശു. അതാണ് വേറൊരു വെളിപ്പെടുത്തുന്നത്. പോയവൻ പോട്ടെ എന്നല്ല, അവനെ എനിക്കിനി വേണ്ട എന്നല്ല. ഇത്രമാത്രം എന്താ കൃതജ്ഞതാ നിർഭരമായ കാര്യം, നന്ദി കെട്ട കാര്യം അവര് ചെയ്തിട്ടും കർത്താവ് അവരെ തേടിപ്പോയി കുഞ്ഞുങ്ങളെ എന്ന് കർത്താവ് വിളിക്കുകയാണ്. ഇതിന് വേറൊരർത്ഥം കൂടെ ഉണ്ട് കേട്ടോ. ഞാൻ അതൊന്ന് പറയാം. ഈ കുഞ്ഞുങ്ങളെ എന്ന് ഇവരെ വിളിക്കാൻ ഉള്ള ഒരു കാര്യം, ഇവരിപ്പോഴും കുഞ്ഞുങ്ങളാ, ശിശുക്കളാ. അവരാത്മീയമായി വളർന്നിട്ടില്ല, പുരുഷത്വത്തിൽ എത്തിയിട്ടില്ല, അവർ പുരുഷത്വത്തിൽ വന്നിട്ടില്ല. ഇത് ഒരു പ്രധാന ആശയമായത്. ആത്മീയമായി വളരാത്തവരാണ്, ശക്തിയില്ലാത്തവരാണ് പെട്ടെന്ന് പിന്മാറ്റത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് ഇവരെ കർത്താവ് വിളിച്ചത് കുഞ്ഞുങ്ങളെ എന്ന്, ശിശുക്കളെ എന്നാണ്. പൗലോസ് അപ്പോസ്തലന്റെ ഭാഷയിൽ പറഞ്ഞാൽ ശിശുക്കളെ എന്നാണ്. കാലം സംബന്ധിച്ച് നോക്കിയാൽ പുരുഷന്മാരായിരിക്കേണ്ടവർ ഇപ്പോഴും ആരാണ്? ഇപ്പോഴും ശിശുക്കളെ പോലെയുള്ള പ്രവൃത്തിയാണ്. അതുകൊണ്ടാണ് ഇവരെ കുഞ്ഞുങ്ങളെ എന്ന് വിളിക്കുന്ന രണ്ടാമത്തെ കാരണം. ഒന്ന്, അത് കർത്താവിന്റെ സ്നേഹത്തെ കാണിക്കുകയാണ്. 2, അവരുടെ പക്വതയില്ലായ്മയെ കാണിക്കുകയാണ്. അതുകൊണ്ടാണ് കർത്താവ് അവരെ കുഞ്ഞുങ്ങളെ എന്ന് വിളിക്കുന്നത്. എന്നിട്ട് കർത്താവ് അവരോട് പറയുകയാണ്, പടകിന്റെ വലതുഭാഗത്ത് വല വീശുവീന്ന് പറഞ്ഞു. അവിടെ അവർ വല വീശിയിട്ടില്ലേ? തീർച്ചയായിട്ടും അവിടെയും അവിടെ നേരത്തെ വല വീശി. എന്ന് പറഞ്ഞാൽ രാത്രി മുഴുവൻ അധ്വാനിച്ചപ്പോൾ ഈ പറയുന്നിടത്തൊക്കെ അവർ വല വീശിയിട്ടുണ്ട്. പക്ഷെ ഒരു മീനും കിട്ടിയിട്ടില്ല. എന്നാ കർത്താവ് പറഞ്ഞു, ഇനി ഒന്ന് നോക്ക്, വലതുവശത്തോട്ട് മാറ്റി വീശാൻ പറഞ്ഞു.
അവർ വല വീശിയപ്പോൾ 153 പെരുത്ത മത്സ്യം, വലിയ മത്സ്യം. ഈ 153 എന്നുള്ള സംഖ്യക്കൊക്കെ ചില ആളുകൾ അർത്ഥമൊക്കെ കൊടുക്കാറുണ്ട്. എനിക്കതൊന്നും പറയാൻ ഇപ്പം എന്തായാലും ഞാൻ അന്വേഷിച്ചിട്ടില്ല. ആ അർത്ഥമൊന്നും വേണ്ട നമുക്ക്. എന്തായാലും വലിയ ഒരു മീൻകൂട്ടം അവർക്ക് കിട്ടി. അവര് അത്ഭുതപ്പെട്ടു പോയി. അവിടെ പത്രോസ് എന്ത് ചെയ്യുകയാണ്? താൻ മേൽവസ്ത്രം ഊരിവെച്ചിട്ടാണല്ലോ ഇവർ ഈ ജോലിക്ക് ഇറങ്ങുന്നത്. ഉടൻ തന്നെ താൻ എന്ത് ചെയ്തു? തൻ്റെ വസ്ത്രം എടുത്ത്, മേൽവസ്ത്രം എടുത്ത് ധരിച്ച് അവൻ വെള്ളത്തിൽ ചാടുകയാണ്. 7-ാം വാക്യം. അങ്ങനെ വെള്ളത്തിലേക്ക് ചാടി നീന്തി കരയ്ക്ക് വരാൻ ഒരു കാരണമാണ്. കണ്ടോ? എന്താ? യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു, പത്രോസേ, രണ്ടില്ല കരയിൽ നിൽക്കുന്ന ആരാന്ന് മനസ്സിലായോ? കർത്താവാണ്. കർത്താവാണെന്ന് പറഞ്ഞു. സ്നേഹത്തിന് ശബ്ദം തിരിച്ചറിയാൻ പറ്റും. കണ്ടോ? കർത്താവ് സ്നേഹിച്ചവന്, അവനാ പറയുന്നത്, അവനാ കർത്താവിന്റെ ശബ്ദം തിരിച്ചറിയാൻ സാധിക്കുക. സ്നേഹിക്കുന്നവനാണ് ശബ്ദം തിരിച്ചറിയാൻ കഴിയുക. യോഹന്നാൻ 10 ഇതിന്റെ ആശയമുണ്ട്. എന്താ? എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം തിരിച്ചറിയുന്നു, അവ എന്നെ അറിയുകയും എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. കേട്ടോ? കർത്താവിനെ തിരിച്ചറിയുന്ന, കർത്താവിനെ സ്നേഹിക്കുന്ന, കർത്താവ് സ്നേഹിക്കുന്ന ഒരു ദൈവദാസനെ, യോഹന്നാനെ നമ്മളിവിടെ കാണുകയാണ്. കർത്താവാണെന്ന് അറിഞ്ഞപ്പോഴാണ് പത്രോസ് പെട്ടെന്ന് അങ്കിയെടുത്ത് അരയിൽ ചുറ്റി നീന്തി കരയ്ക്ക് വരുന്നത്. ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ ഈ ഭാഗം. കരയിലോട്ട് വരുമ്പോൾ കാണുന്ന എന്താ? 9-ാം വാക്യം. നമ്മളിത് പഠിക്കുന്നുണ്ടേ 21-ാം അധ്യായത്തിൽ എത്തുമ്പോൾ ഇത് കൂടുതൽ വിശദീകരിക്കേണ്ടി വരാതിരിക്കാൻ ഇപ്പൊ തന്നെ ഞാനങ്ങ് പറയാം. കരയിൽ വന്നപ്പോൾ കാണുന്നത് എന്താ? പത്രോസ് കർത്താവിനെയാണോ കണ്ടേ? നോക്കിക്കേ, അവിടെ എഴുതിയിരിക്കുന്നു. നോക്കിക്കേ, കരയ്ക്ക് ഇറങ്ങിയപ്പോൾ 9-ാം വാക്യം. എന്താ കണ്ടത്? ആദ്യം കണ്ടത് എന്താ? തീക്കനൽ. ആദ്യം കണ്ടത് തീക്കനലാ കണ്ടത്. ശ്രദ്ധിച്ചോ? അത് എന്തിനാ അങ്ങനെ പറഞ്ഞത്? തീക്കനൽ എന്നുള്ള കാര്യം അവിടെ എഴുതേണ്ട. അവിടെ അപ്പവും മീനും ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ പോരെ? കരയിൽ ഇറങ്ങിയപ്പോൾ കർത്താവ് ഒരുക്കിയിരിക്കുന്ന അപ്പവും അല്ല, പക്ഷേ പരിശുദ്ധാത്മാവ് കൃത്യ തീക്കനൽ എന്ന് പറഞ്ഞു. എന്താ കാര്യം? ചില ദിവസങ്ങൾക്ക് മുമ്പ് പത്രോസ് യേശുക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞത് തീയുടെ മുമ്പിൽ വെച്ചാണ്. തീ കാഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ്. ഏത് സാഹചര്യത്തിലാണോ അവൻ യേശുവിനെ തള്ളിപ്പറഞ്ഞത്, അതേ സാഹചര്യം കർത്താവ് ഒരുക്കുക. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ഈ തീക്കണ്ണിൽ കണ്ടപ്പോൾ അവന്റെ ഉള്ളിൽ ഒരു കൊട്ട തീ വീണു. എന്താ? കർത്താവിന്റെ അറിവ്, കർത്താവിന്റെ കൃത്യമായിട്ടുള്ള ഏർപ്പാട്. അത് കണ്ടോ? തീ ഒരുക്കി വെച്ചേക്കുകയാണ്. ലോകം ഒരുക്കിയ, ഞാൻ ഒരു വാക്കിൽ ഇങ്ങനെ പറയാം, ലോകം ഒരുക്കിയ തീയുടെ മുമ്പിൽ വെച്ച് പത്രോസ് കർത്താവിനെ തള്ളി പറഞ്ഞു. കർത്താവ് ഒരുക്കിയ തീയുടെ മുമ്പിൽ വെച്ച് പത്രോസിനെ മടക്കി വരുത്തുകയാണ് കർത്താവ്. അതാണ് ഇവിടെ കാണുന്നത്. ആ തീ കണ്ടപ്പോൾ അവൻ അത്ഭുതപ്പെട്ടു പോയി. കർത്താവ് എത്ര വലിയവനാണ്! കർത്താവിന്റെ മഹത്വം അവൻ കാണുകയാണ്. ഇനിയും അടുത്ത ഒരു വാചകം. ആ തീ മാത്രമല്ല, 9-ാം വാക്യത്തിൽ രണ്ടാമത് കാണുന്നത് എന്താ? അതിന്മേൽ മീൻ വച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. ഇവരെന്തിനാ ഇവിടെ വന്നത്? മീൻ പിടിക്കാനാ വന്നത്, ഇല്ലേ? ഇനിയും ഇവർ ഈ മീൻ കഴിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവര് വീട്ടിൽ കൊണ്ടുപോയി അത് ക്ലീൻ ചെയ്ത് അത് മുറിച്ച് വറുത്തെടുക്കണം. എന്നാൽ കർത്താവ് പറയാണ്, നീ വീട്ടിൽ കൊണ്ടുപോയി മീൻ മുറിച്ച് ക്ലീൻ ചെയ്ത് മസാല ചേർത്ത് നീ ഇതിനെ ചുട്ടെടുക്കണ്ട. വേണ്ട, ഞാൻ ഒരുക്കിയ മീൻ നീ കഴിച്ചു. ഇനി അപ്പം എന്താ? നീ അപ്പം എങ്ങനെ നിന്റെ ഉപജീവനം കഴിക്കുമെന്ന് ഉള്ള സംശയത്തിലല്ലേ, വിചാരപ്പെട്ടല്ലേ
നീ ഈ പണിക്ക് തിരിച്ചു പോയത്, പിന്മാറ്റത്തിൽ പോയെ, എന്റെ പൊന്നു കുഞ്ഞെ, നിന്നെ കരുതാൻ ഞാൻ ശക്തനാ. നീ പിടിച്ച മീൻ വേണ്ട കേട്ടോ, നീ ഒരുക്കുന്ന അപ്പം വേണ്ട, ഞാൻ ഒരുക്കിയ മീനും അപ്പവും നീ തിന്ന്, നീ കഴിക്ക്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവ് നമ്മൾക്ക് വേണ്ടി കരുതുന്നവനാണ്. നീ നിന്റെ ഉപജീവനത്തിന് വേണ്ടി നീ പാടുപെടണ്ട. നിനക്ക് വേണ്ടി ഞാൻ കരുതുന്നവനാണ്. നീ ഈ പണിക്ക് പോയതെന്താ? ഞാൻ എങ്ങനെ ജീവിക്കുമെന്നുള്ള ഓർത്തല്ലേ നീ പോയത്. എന്നാൽ വേണ്ട, എന്റെ പൊന്നു കുഞ്ഞെ, നിന്നെ പോറ്റാൻ ഞാൻ മതിയായവനാണ്. സ്തോത്രം. നമ്മുടെ കർത്താവ് എത്ര വലിയവനാണെന്ന് നോക്കണം. ഈ അപ്പവും മീനും ഭക്ഷിച്ച ഈ പത്രോസാണ് തന്റെ ലേഖനത്തിൽ 1 പത്രോസ് 5-ാം അധ്യായത്തിൽ അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലും അവന്റെ മേലിട്ടോളാൻ പറഞ്ഞത്. സ്തോത്രം. എന്റെ കരുതൽ വേണ്ട, എന്റെ കർത്താവ് എനിക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. ആ കരുതൽ അനുഭവിച്ചിട്ട് പത്രോസ് എഴുതി വെച്ചതാണ്. വിശ്വാസികളോട് പറയാണ്, ദയവ് ചെയ്ത് എനിക്കുണ്ടായ അനുഭവം നിങ്ങൾക്കുണ്ടാകരുതേ. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി കരുതുന്നവനാണ്. അങ്ങനെ ഈ ശിഷ്യന്മാരെല്ലാവരും, കർത്താവിന്റെ ഈ അപ്പോസ്തലന്മാരെല്ലാവരും എന്ത് ചെയ്തു? കരയ്ക്ക് വന്നു കഴിഞ്ഞപ്പോൾ കർത്താവ് അപ്പമെടുത്ത് അവർക്ക് കൊടുത്തു, മീനും കൊടുത്തു. എന്നിട്ട് അവരെ യഥാസ്ഥാനപ്പെടുത്തുക. നോക്കണം, 14-ാം വാക്യത്തിൽ ഒരു വലിയ സത്യമുണ്ട്. അത് ഒന്ന് നോട്ട് ചെയ്തോണേ. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം, എത്രാമത്തെ പ്രാവശ്യം? 3-ാമത്തെ പ്രാവശ്യം ഈ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഇത് 3-ാം പ്രാവശ്യത്തെ പ്രത്യക്ഷതയാണ്. തുടർന്ന് ഇനിയുള്ള കാര്യം വളരെ ശ്രദ്ധിക്കണേ. തുടർന്നാണ് യഥാസ്ഥാനത്തിന്റെ ശുശ്രൂഷ, റെക്കൺസിലിയേഷന്റെ ശുശ്രൂഷ, അല്ലെങ്കിൽ കർത്താവ് ഇവരെ പിന്മാറ്റത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരുന്ന ആ ശുശ്രൂഷ ചെയ്യുന്നത് തുടർന്നാണ്. അതെഴുതിയിരിക്കുന്നത് 15 മുതലുള്ള വാക്യങ്ങളാണ്. അവര് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. രാവിലത്തെ ആഹാരമാണിത്. പ്രാതൽ എന്ന് അവിടെ എഴുതിയിരിക്കുന്നത് കണ്ടോ? കഴിച്ചു കഴിഞ്ഞിട്ട് കർത്താവ് പത്രോസിനോട് ചോദിക്കുന്ന ചോദ്യമാണ്, ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങുന്ന ചോദ്യം. കർത്താവ് അവന്റെ പേര് മാറ്റിയിട്ടതാണ്. എന്താ കർത്താവ് മാറ്റിയിട്ടത്? കേപ്പ അല്ലെങ്കിൽ പത്രോസ് എന്ന് പേര് മാറ്റിയിട്ടതാണ്. പക്ഷെ കർത്താവ് അവനെ വിളിക്കുന്നത് എന്താ? നിങ്ങളൊന്ന് നോക്കിക്കേ, വേദപുസ്തകം നമ്മൾ സൂക്ഷിച്ചു പഠിക്കണം. എന്താ വിളിക്കുന്നത്? യോഹന്നാന്റെ മകനായ ശീമോനെ. കർത്താവ് മാറ്റിയിട്ട പത്രോസ് എന്ന പേരല്ല കർത്താവ് വിളിക്കുന്നത്. കേപ്പ എന്നല്ല വിളിക്കുന്നത്. കർത്താവ് അവനെ വിളിക്കുന്നത് എന്താ? ശീമോനെ എന്നാ. ഇപ്പോഴും അവൻ എന്ത് ചെയ്തിട്ടില്ല? ആള് മാറിയിട്ടില്ല. കർത്താവ് വ്യംഗ്യത്തിൽ അവനോട് പറഞ്ഞ എന്താണെന്നറിയാമോ? നിഗൂഢാർത്ഥത്തിൽ ഒരു കാര്യം ഈ സംബോധനയിലൂടെ കർത്താവ് വെളിപ്പെടുത്തുകയായിരുന്നു. എന്താ? ഞാൻ നിനക്കിട്ട പേര് നിന്നെ വിളിക്കാൻ കൊള്ളുകയില്ല. നീ ഇപ്പോഴും രൂപാന്തരപ്പെട്ടിട്ടില്ല. ഒന്ന് ചിന്തിച്ചു നോക്കണേ. കർത്താവ് നമ്മളെ പ്രാർത്ഥിക്കുമ്പോഴും പ്രസംഗിക്കുമ്പോഴും നമ്മൾ ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മുടെ വാക്കുകള് കരുതിക്കൂട്ടി പ്രയോഗിക്കുക വളരെ ചുരുക്കുക. നമ്മുടെ ഡോക്ടറിന്റെ പ്രാർത്ഥനയെ കുറിച്ച് ഞങ്ങള് സംസാരിക്കുമ്പോൾ പറയാറുണ്ട്. നമ്മുടെ ജിജി സഹോദരനോടൊക്കെ ഞാൻ പറയും, അത്
ആപ്റ്റായിട്ടുള്ള കൃത്യവാക്കുകളാണ് തിരഞ്ഞെടുക്കുന്നത്. നമ്മൾ സംസാരിക്കുമ്പോഴാണെങ്കിലും പ്രാർത്ഥിക്കുമ്പോഴാണെങ്കിലും വളരെ കരുതലുള്ളവരായിരിക്കണം. എന്ന് പറഞ്ഞാൽ കൃത്യം തിയോളജി പാലിച്ചുള്ള പ്രാർത്ഥനയും വേദശാസ്ത്രം പാലിച്ചുള്ള പ്രാർത്ഥനയും വചന ശുശ്രൂഷയും ഒക്കെ പ്രയോഗിക്കുന്ന ഓരോ വാക്കുകൾ. ഇവിടെ കർത്താവിന് ചോദിക്കാം, പത്രോസേ നീ ഇവരിലധികമായി എന്നെ ചോദിക്കുക അല്ല. കാര്യം പത്രോസ് എന്നുള്ള പേര് വിളിക്കാൻ ഇപ്പൊ അവൻ യോഗ്യനല്ല. അവൻ ഏത് പേരാ ചോദിച്ചത്? ശീമോൻ എന്നുള്ള പഴയ പേര് തന്നെയാണ് അവന് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കർത്താവ് എന്ത് ചെയ്തത്? അവനെ ആ പേര് വിളിച്ചത്. യോഹന്നാന്റെ മകനായ ശീമോനെ. 1-ാം അധ്യായത്തിൽ പത്രോസിനെ ആദ്യം കാണുമ്പോൾ യേശു പറഞ്ഞിട്ടുണ്ട് 40 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ, 1:40 മുതൽ 42 വരെയുള്ള. അവിടെ കർത്താവിനെ നോക്കിയിട്ട് പറഞ്ഞ എന്താ? നീ യോഹന്നാന്റെ മകനായ ശീമോനാണ്, എന്നാൽ നിനക്ക് കേപ്പ എന്ന് പേരാകും, അത് പത്രോസ് എന്നാകുന്നു എന്നാ കർത്താവ് പറഞ്ഞേ. പക്ഷേ ആ യോഹന്നാന്റെ മകനായ ശീമോനെ എന്ന പേരാണ് കർത്താവ് മാറ്റിയിട്ട പേര് വിളിക്കാതെ ഇപ്പോഴും അവനെ വിളിക്കുന്നത്. കാരണം എന്താ? അവൻ യഥാർത്ഥ രൂപാന്തരം അവനിൽ സംഭവിച്ചിട്ടില്ല. കർത്താവ് അവനോട് ചോദിക്കുന്നത് നമ്മൾക്ക് മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നീ ഇവരിലധികമായി, മൂലഭാഷയിൽ നീ ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്നു. നിനക്ക് അപ്പം തിന്നണം, നിനക്ക് മീൻ വേണം, അല്ലെങ്കിൽ നിന്റെ ഉദരപൂരണം, നിന്റെ അഹോവൃത്തി കഴിക്കണം. അതിനാണല്ലോ നീ ഇവിടെ ഈ മറ്റേ പാവങ്ങൾ 6 കൂടെ വിളിച്ചോണ്ട് ഇപ്പൊ ഇവിടെ വന്ന് ഈ പണി കാണിച്ചത്, നിന്റെ പഴയ പണി ചെയ്തത്. കർത്താവ് അവനോട് ചോദിക്കുകയാണ്, ഇവയിലധികമായി. അപ്പുറത്ത് കിടക്കുന്നല്ലോ 153 പെരുത്ത മീൻ. നീ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് വല്ലതും കിട്ടിയോ? ഇല്ലല്ലോ. ഇതാരുടെയാ? ഇതെന്റേതാണ്. കർത്താവ് ഇത് രണ്ടും കൂടെ അവന്റെ മുമ്പിൽ വെച്ചിട്ട് ചോദിക്കുകയാണ്, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഇവരിൽ അധികമായി, ഇവയിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഞാനതിന്റെ വ്യാഖ്യാനങ്ങളിലൊന്നും പോകുന്നില്ല. ഇപ്പം ശീമോൻ പത്രോസിന്റെ ഉത്തരം നമ്മൾ കാണുന്നുണ്ട്. എന്താ? കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. 3 പ്രാവശ്യം അവനോട് ഇതേ ചോദ്യം ആവർത്തിക്കുന്നുണ്ട്. ഒരു വട്ടം ചോദിച്ചാൽ പോരെ? എന്തിനാ 3 വട്ടം ചോദിച്ചത്? ഉത്തരം എന്തിനാ 3 വട്ടം ചോദിച്ചത്? പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞ് എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞവനെ കൊണ്ട് 3 പ്രാവശ്യം കർത്താവ് പറയിപ്പിച്ചു, എനിക്ക് നിന്നോട് സ്നേഹമാണ്. പൊത്തുവരുത്തത്തിലുള്ള മടങ്ങിവരവ് കർത്താവിന് ഇഷ്ടമല്ല. അനുദപിച്ചു തന്നെ മടങ്ങി വരണം. എവിടെ വെച്ചാ നീ യേശുവിനെ തള്ളിപ്പറഞ്ഞത്? തീയുടെ അടുക്കൽ വെച്ച്. അവിടെ വെച്ച് തന്നെ നീ യഥാസ്ഥാനം. 2, നീ എത്ര വട്ടമാ വീണത്? 3 വട്ടം. 3 വട്ടം നീ അനുദപിക്കണം. ഞാൻ പറയട്ടെ, ഞങ്ങളുടെ ഈ ഇടയിൽ ഈ തിരുവത്താഴത്തോടൊക്കെ ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളിൽ സാക്ഷ്യം പറയുന്ന ഒരു സമയമുണ്ട്. എനിക്ക് എന്നോടൊന്നും വലിയ യോജിപ്പുള്ള ആളല്ല. സാക്ഷ്യം പറയും. കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് എനിക്ക് ചില സാങ്കേതിക കാരണങ്ങളാൽ കർത്താവിൻ്റെ മേശയിൽ, ഈ സാങ്കേതികം എന്നുള്ള വാക്കില്ലായിരുന്നെങ്കിൽ ഇയാൾ ചുറ്റിപ്പോയത്, ചില സാങ്കേതിക കാരണങ്ങളാൽ എനിക്ക് കർത്താവിൻ്റെ മേശയിൽ പങ്കുകൊള്ളാൻ പറ്റിയില്ല. ഇപ്പോഴേ ഞാൻ ഈ സാങ്കേതികം ഒന്നും ഉപയോഗിച്ച് കർത്താവിൻ്റെ അടുത്തോട്ട് മടങ്ങി വരേണ്ട. കർത്താവിന് യഥാർത്ഥമായി മാനസാന്തരപ്പെടുന്നവരെയാണ് ആവശ്യം. ശരിക്കും അനുദപിക്കുന്നവരെയാണ് കർത്താവിന് ആവശ്യം. ശരിക്കും യഥാസ്ഥാനപ്പെടുന്നവരെയാണ്. 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു, 3 പ്രാവശ്യം അവനെ കൊണ്ട് ഏറ്റുപറയിപ്പിച്ചു. ഞാൻ ഇവിടെ ഈ രാത്രിയെക്കുറിച്ചുള്ള പഠനം അവസാനിപ്പിക്കുക. പിന്മാറ്റത്തിലേക്ക് പോയ പത്രോസിനെ കർത്താവ് യഥാസ്ഥാനപ്പെടുത്തി. പിന്മാറ്റത്തിന്റെ രാത്രിയെ യഥാസ്ഥാനത്തിന്റെ പകലാക്കി കർത്താവ് മാറ്റി.
യഥാസ്ഥാനത്തിന്റെ പകലാക്കി മാറ്റി. അവനെ ഒരു ഉറച്ച പാറയാക്കി. ഇത് ചിന്തിച്ചു നോക്കിയേ, ഈ പത്രോസ് യഥാസ്ഥാനപ്പെട്ടു. എന്നിട്ട് പെന്തക്കോസ്ത് നാളിൽ ഇതേ പത്രോസിനെ പരിശുദ്ധാത്മാവിനാൽ നിറച്ചു. ഈ പിന്മാറ്റത്തിലേക്ക് പോയ പത്രോസാണ് ഒറ്റ പ്രസംഗത്തിൽ തിബരിയാസ് കടലില് വല വീശിയല്ല, സുവിശേഷത്തിന്റെ വലയെടുത്തൊന്ന് വീശി 3000-ഓളം പേരെ കർത്താവിലേക്ക്. എത്ര പിന്മാറ്റത്തിന്റെ അങ്ങേ തലക്കൽ പോയ ഒരു വ്യക്തിയാണെങ്കിലും അവനെ ദൈവത്തിന് പിന്നെയും ഉപയോഗിക്കാൻ കഴിയും. ഒരു പിന്മാറ്റക്കാരനെ നമ്മൾ തള്ളിക്കളയും, പക്ഷേ ഏത് പിന്മാറ്റക്കാരനെയും കർത്താവ് തേടി വന്ന് യഥാസ്ഥാനപ്പെടുത്തും. നമ്മളൊരു പിന്മാറ്റക്കാരന് പിന്നെ അവസരം നൽകുകയില്ല. എന്നാൽ നമ്മുടെ കർത്താവ് ഒരു പിന്മാറ്റക്കാരനെ ഉപയോഗിക്കുകയും 1000-ങ്ങളെയും 10,000-ങ്ങളെയും അവനിലൂടെ രക്ഷിക്കുകയും ചെയ്യും. യോനായുടെ ചരിത്രമൊക്കെ ഇതോട് ചേർത്ത് ചിന്തിക്കേണ്ടതാണ്. ഒരു പിന്മാറ്റക്കാരന്റെ പ്രസംഗത്തിലാണ് ലോക ചരിത്രത്തിൽ ഏറ്റവും അധികം ആളുകൾ മാനസാന്തരപ്പെട്ടത്. അല്ല, 1,20,000-ഓളം പേര് മാനസാന്തരപ്പെട്ടത് ഒരു പിന്മാറ്റക്കാരൻ മടങ്ങി വന്ന് പ്രസംഗിച്ചപ്പോഴാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഒരിക്കലും ആരെയും വില കുറച്ച് കണ്ട് അവരെ മാറ്റി നിർത്തരുത്. അവരെ ഉപയോഗിക്കുവാൻ കർത്താവിന് കഴിയും. ആ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. ഇതാണ് പിന്മാറ്റത്തിന്റെ രാത്രിയും യഥാസ്ഥാനത്തിന്റെ പകലും 21-ാം അധ്യായത്തിൽ. ഇനിയും വേറൊരു രാത്രി യോഹന്നാന്റെ സുവിശേഷത്തിലെ 5-ാമത്തെ രാത്രി നോക്കുക. 11-ാം അധ്യായം, യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ ഡോക്ടറിന്റെ ഇത് അൺമ്യൂട്ട് ചെയ്തേക്കാണ്. ആരോ ഓക്കെ, ഒന്ന് മ്യൂട്ടാക്കിയാൽ. ഓക്കെ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം നോക്കുക. അവിടെ ഒരു രാത്രിയെ കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. 11:10 രാത്രിയിൽ നടക്കുന്നവനോ അവന് വെളിച്ചമില്ലായ്ക കൊണ്ട് ഇടറുന്നു എന്നുത്തരം. ഇതൊരു രാത്രിയിലെ സംഭവമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ കർത്താവ് ഇവിടെ ഒരു രാത്രിയെ കുറിച്ചുള്ള പരാമർശം നടത്തുന്നുണ്ട്. ശ്രദ്ധിച്ചിരിക്കണേ, വളരെ ശ്രദ്ധിച്ചെങ്കിലേ ഞാൻ ഈ പറയുന്ന കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ഇത് ഇടറുന്ന രാത്രിയാണ്. കണ്ടോ, രാത്രിയിൽ നടക്കുന്നവന് എന്ത് ചെയ്യുന്നു? ഇടറുന്നു. അതിന്റെ കാരണം എന്താ? വെളിച്ചമില്ലാത്തത് കൊണ്ട് അവന്റെ കാല് ഇടറും. ഈ പറഞ്ഞ സന്ദർഭം, എൻ്റെ പ്രിയമുള്ളവരെ, ദൈവവചനം പഠിക്കുമ്പോഴേ ഇതൊരു കുഴപ്പമല്ല കേട്ടോ, ഇതൊരു നല്ല കാര്യമാണ്. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് ആ സന്ദർഭവും ഒക്കെ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരും. നമുക്ക് ഒരു ഇതിനാണ് വേദപുസ്തക വ്യാഖ്യാന പഠനത്തിൽ ഒരു വാക്കുണ്ട്, ഇല്യൂമിനേഷൻ, പ്രകാശനം എന്ന് പറയുന്നത്. ദൈവവചനം പഠിക്കുമ്പോൾ ആ പഠന ഭാഗത്ത് നിന്ന് നമ്മൾക്ക് വലിയ പ്രകാശനം ഉണ്ടാകും. അതാണ് ദാവീദ് പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നത്, നിന്റെ വചനം എനിക്ക് പ്രകാശനം നൽകുന്നു എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഈ വചനം വായിക്കുമ്പോൾ ദൈവവചനത്തിലെ ഒരു ചെറിയ ഏകദേശ രൂപം അറിയാവുന്ന ഒരാൾക്ക് ഉള്ളിലോട്ട് ഒരുപാട് ചിന്ത വരും. എന്താണ് ഈ 11-ാം അധ്യായത്തിലെ രംഗം? എന്താ? ജീവിതത്തിലെ ഒരു തരം രാത്രിയുടെ അനുഭവമാണ്. 2 സഹോദരിമാർക്ക് ഏക അവലംബമായ ഒരു സഹോദരൻ.
ആ വീടിന്റെ ഉത്തരവാദിത്വം മുഴുവൻ നിർവഹിക്കേണ്ടവൻ മാർത്തയുടെയും മറിയുടെയും സഹോദരൻ ലാസർ മരിച്ചുപോയി. കേട്ടോ, അദ്ദേഹം മരിച്ചു. ഈ 11-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗം നോക്കുക. 3-ാം വാക്യത്തിൽ അദ്ദേഹം ദീനമായി കിടക്കുമ്പോൾ, എല്ലാവരും ഞാൻ പറയുന്ന വചനം പെട്ടെന്നൊന്ന് നോക്കി, വളരെ വേഗത്തിൽ പോയെങ്കിലേ പറ്റുള്ളല്ലോ. എന്താ ഈ സഹോദരിമാർ എന്ത് ചെയ്യുന്നറിയാമോ? തങ്ങളുടെ സഹോദരൻ ദീനമായി കിടന്നപ്പോഴ് ആളയച്ച് കർത്താവിനോട് പറയിപ്പിച്ചു, നിനക്ക് പ്രിയനായവൻ, സ്തോത്രം, ലാസർ കർത്താവിന് പ്രിയനായ, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് പറയിപ്പിച്ചു. കേൾക്കണേ. എന്നിട്ടോ 4-ാം വാക്യം, അന്നേരം ഒരു വലിയ തത്വശാസ്ത്രം പറയ കർത്താവ്, ഈ ദീനം മരണത്തിനല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിന്റെ മഹത്വനായിട്ട് അത്രേ. ആ സഹോദരിമാരെ ആശ്വസിപ്പിക്കുന്ന ഒരു വാക്കാണ്. പെട്ടെന്ന് വന്ന് അവന്റെ മേൽ കൈവച്ച് സൗഖ്യം കൊടുക്കുകയല്ലേ ചെയ്യേണ്ടത്. കർത്താവ് അന്നേരം വലിയ വേദശാസ്ത്രവും പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മുടെ ഭാഷയിൽ ഞാൻ പറയുകയാണ്, അവിടെ ഒരു വലിയ വേദശാസ്ത്രമുണ്ട് കേട്ടോ. എന്താ? കർത്താവിന് ഏത് കാര്യത്തിന്റെയും പിമ്പിൽ, കർത്താവ് ചെയ്യുന്ന ഏതൊരു കാര്യത്തിന്റെയും പിമ്പിൽ കർത്താവിന് വലിയൊരു ഉദ്ദേശം. കർത്താവ് പറഞ്ഞു, ഞാനിപ്പോ പോകുന്നില്ല, ഇത് മരണത്തിനല്ലെന്ന്. മരണത്തിനല്ലെന്ന് പറഞ്ഞ കർത്താവ് 5-ാം വാക്യത്തിലുണ്ട്, അവരെ വളരെ കർത്താവ് സ്നേഹിച്ചു. ഇത് മരണത്തിനല്ലെന്ന് പറഞ്ഞിട്ട് ദീനമായി കിടക്കുന്നു എന്നറിഞ്ഞിട്ടും കർത്താവ് പോവുകയോ കർത്താവ് അവനെ സൗഖ്യമാക്കുകയോ ചെയ്തില്ല. കർത്താവ് ഇരുന്ന സ്ഥലത്ത് തന്നെ കർത്താവ് ഇരുന്നു. 2 ദിവസം കൂടെ കർത്താവ് ഇരുന്നു. നോക്കണം, 7-ാം വാക്യത്തില് കർത്താവിനെല്ലാം അറിയാമല്ലോ, സകല കാര്യങ്ങളും അറിയുന്നവനാണ് കർത്താവ്. സ്വർഗത്തിലിരിക്കുമ്പോഴും ഭൂമിയിൽ നടക്കുന്ന കാര്യം കർത്താവിന് അറിയാം. വേറെ സ്ഥലത്തിരിക്കുമ്പോഴും കർത്താവിന് ബേഥാന്യയിൽ നടന്ന കാര്യം കർത്താവിന് അറിയാം. ലാസർ മരിച്ചു എന്ന് കർത്താവ് അറിഞ്ഞേച്ച ഈ ശിഷ്യന്മാരോട് പറയുകയാണ്, ശിഷ്യന്മാരുടെ അടുത്ത് കർത്താവ് പറയുകയാണ്, ഞാന് ഇപ്പോ പോവാണ്. എങ്ങോട്ടാണ് ഞാൻ പോകുന്നത്? നമ്മുടെ ലാസർ ദീനമായി കിടക്കുന്നെന്ന് പറഞ്ഞല്ലോ. 11-ാം വാക്യം നോക്കിയേ അവിടെ കേട്ടോ. 11-ാം വാക്യം ഇത് പറഞ്ഞിട്ട്, അവൻ നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു. കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം മരിച്ചെന്ന. ആള് മരിച്ചു, പക്ഷെ ശിഷ്യന്മാർക്ക് അത് മനസ്സിലായില്ല. നിദ്ര കൊള്ളുന്നു. നമ്മുടെ സ്നേഹിതനായ ലാസർ, കർത്താവിനെ വിളിക്കുന്ന സ്നേഹിതൻ എന്നാണ്. ഈ വാക്കിനൊക്കെ അർത്ഥമുണ്ട്, നമുക്ക് പിന്നെ അത് ചിന്തിക്കാം. സ്നേഹിതനായ, പ്രിയൻ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. പോളിൽ നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു, സ്നേഹിതൻ, ഈ വാക്കുകളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോ കർത്താവ് പറയുകയാണ്, നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു, എങ്കിലും ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു എന്ന് പറഞ്ഞു. ശിഷ്യന്മാര് പറഞ്ഞു കേട്ടോ. 12-ാം വാക്യം, കർത്താവെ, അവൻ നിദ്ര കൊള്ളുന്നു എങ്കിൽ അവന് സൗഖ്യം വരും. ഇവരെന്തോ മനസ്സിലാക്കിയത്? ഇവര് മനസ്സിലാക്കിയത് രോഗിയാണ്, ഇയാൾ ഉറങ്ങിക്കിടക്കുകയാണ്, കർത്താവായ യേശുക്രിസ്തു ചെന്ന് രോഗം സൗഖ്യമാക്കി അവനെ ഉണർത്തുമെന്നാണ്. എന്നാൽ അവിടെ കൃത്യമായിട്ട് കർത്താവ് സ്പഷ്ടമായി പറഞ്ഞു, 13-ാം വാക്യം, ഉറക്കം എന്ന നിദ്രയെ കുറിച്ചല്ല, പിന്നെ മരണം എന്ന നിദ്രയെ കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്. അവൻ മരിച്ചു. ഞാൻ ഈ വചനങ്ങളെല്ലാം വായിക്കാനും വായിപ്പിക്കാനും താല്പര്യപ്പെടുന്നില്ല.
ഇതിനിടയ്ക്ക് കർത്താവ് പറയുന്നത്, രാത്രിയിൽ നടക്കുന്നവൻ വെളിച്ചമില്ലാത്തത് കൊണ്ട് ഇടറുന്നു. എന്തുകൊണ്ടാ കർത്താവ് ഇങ്ങനെ പറഞ്ഞത്? ശിഷ്യന്മാര് പറഞ്ഞു, ഉറങ്ങുകയാണെങ്കിൽ നമുക്ക് ഉണർത്താം, അല്ലേ? ശിഷ്യന്മാര് പറഞ്ഞു, മരിച്ചാലോ? ഇനി നോക്കുക, കർത്താവായ യേശുക്രിസ്തു അവിടെ ചെന്നപ്പോൾ ആദ്യം, ഈ ബേഥാനിയിൽ ചെന്നപ്പോൾ ആദ്യം ഓടി വരുന്നത് ആരാ? മാർത്തയാ വരുന്നത്. മാർത്ത പറയുന്നത് കേട്ടോ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കുകയില്ല. ഇനിയിപ്പോ വല്ലതും ചെയ്യാൻ പറ്റുമോ? ഉണ്ടായിരുന്നെങ്കിൽ മരിക്കുകയില്ല, അപ്പൊ മരിച്ചു. ഇനിയും വല്ലതും ചെയ്യാൻ പറ്റുമോ? അവിടെ അവിശ്വാസം നോക്കിക്കേ. അടുത്ത മറിയ വരുന്നു. മറിയ പിണങ്ങിയിരിക്കുകയായിരുന്നു. ആ സന്ദർഭമൊക്കെ വായിച്ചാൽ വളരെ കർത്താവിനോട് അവൾക്കുള്ള സ്നേഹം, ആ വീടുമായിട്ട് കർത്താവിന് എത്ര അടുപ്പമുണ്ടായിരുന്നു എന്നുള്ളത് ആ ഭാഗം സൂക്ഷിച്ചു വായിച്ചാൽ അറിയാം. അവള് പിണങ്ങിയിരിക്കുകയായിരുന്നു. ഒടുവിൽ മാർത്ത വന്ന് പറഞ്ഞു, കർത്താവ് നിന്നെ വിളിക്കുന്നുണ്ട്, ഗുരു വന്നിട്ടുണ്ട്, അവൻ നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴേ ഇവള് ഓടിച്ചെന്നത്. സ്തോത്രം. കേൾക്കണേ, ഞാൻ ഇങ്ങനെ പറയട്ടെ. കർത്താവ് പറഞ്ഞു, ഇവര് പറഞ്ഞു, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കുകയില്ല. കർത്താവ് പറഞ്ഞു, സൂക്ഷ്മമായിട്ട് നോക്കിക്കോ, കർത്താവ് പറഞ്ഞ എന്താണെന്നറിയാമോ? നിങ്ങളുടെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. യേശു അടിവരയിട്ട് പറഞ്ഞു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ഇവരും പറയാന്നേ, ശരിയാ കർത്താവേ, ഒടുക്കത്തെ പുനരുദ്ധാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും. ഒടുക്കത്തെ നാളിൽ, ഒടുക്കത്തെ പുനരുദ്ധാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും. കണ്ടോ? കണ്ടോ? ഞാൻ പറയുന്നത് വല്ലതും മനസ്സിലാകുന്നുണ്ടോ? യേസ്, മനസ്സിലാകുന്നുണ്ടല്ലേ? നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ മരിക്കത്തില്ലായിരുന്നു. പിന്നെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽക്കും. ഇപ്പോഴോ? ഇപ്പൊ അവൻ ഉയർത്തെഴുന്നേൽക്കുമോ? ഈ രാത്രിയുടെ പേരാണ് അവിശ്വാസത്തിന്റെ രാത്രി. ഇവരുടെ കാലിടറാനുള്ള കാരണം എന്താ? അവർ അവിശ്വസിച്ചു. ഇപ്പോൾ എൻ്റെ കർത്താവിന് പ്രവർത്തിക്കുവാൻ കഴിയും. സ്തോത്രം. മരിച്ചു എന്ന് മാത്രമല്ല, കല്ലറയിൽ കിടക്കുന്നവനെ തിരിച്ചു കൊണ്ടുവരുവാൻ എൻ്റെ കർത്താവിന് കഴിയുമെന്നുള്ള വിശ്വാസം അവർക്കില്ലാതെയായി. ശിഷ്യന്മാർ അവിശ്വസിച്ചു. ഉറങ്ങുകയാണെങ്കിൽ ഉണർത്താൻ കഴിയും, ഇല്ലേ? മരിച്ചാലോ? അവർ അവിശ്വസിച്ചു. ഈ സഹോദരിമാരും അവിശ്വസിച്ചു. അവിശ്വാസത്തിന്റെ രാത്രിയിൽ അവരുടെ കാലിടറി. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് പറയട്ടെ, ആ അവിശ്വാസത്തിന്റെ രാത്രിയെ വിശ്വാസത്തിന്റെ പൊൻപുലരിയായി കർത്താവ് രൂപാന്തരപ്പെടുത്തി. അവരുടെ കണ്ണിന്റെ മുമ്പിൽ വെച്ച് ആ കല്ലറയ്ക്ക് അകത്ത് നിന്ന് അവരുടെ സഹോദരനെ ജീവനോടെ മടക്കി വരുത്തി അവർക്ക് കർത്താവ് ഏൽപ്പിച്ചു കൊടുത്തു. ഇവിടെയാണ് വിശ്വവിഖ്യാതമായ യേശുവിന്റെ പ്രസ്താവന നമ്മൾ കാണുന്നത്. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. സ്തോത്രം. അവിശ്വാസത്തിന്റെ രാത്രിയിൽ കാലുകൾ ഇടറുവാൻ അനുവദിക്കാതെ വിശ്വാസത്തിന്റെ പൊൻപുലരിയിൽ, വിശ്വാസത്തിന്റെ പകലിൽ നടക്കാൻ, ആ വെളിച്ചത്തിൽ നടക്കാൻ നമ്മൾക്ക് സാധിക്കണം. ഞാന് വളരെ എളിമയോട് പറയട്ടെ, ഇപ്പോൾ എൻ്റെ കർത്താവിന് പ്രവർത്തിക്കുവാൻ കഴിയും. ഇത് നമ്മള് വിശ്വസിക്കണം. നമ്മുടെ ജീവിതത്തിലും നേരിടുന്ന പ്രശ്നങ്ങളുടെ നടുവിൽ സഹോദരന്മാരോടും സഹോദരിമാരോടും ഞാൻ പറയട്ടെ, നമ്മളൊക്കെ നേരിടുന്ന വലിയ വലിയ പ്രതിസന്ധികൾ അല്ലേ? ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾക്ക് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് ഷെയർ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ, എന്നാൽ ലോകത്താരോടും പറയാതെ
നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ കൊണ്ടു നടക്കുന്ന ചില ഭാരങ്ങളും വേദനകളും കണ്ണുനീരും നമ്മുടെ ജീവിതത്തിലുണ്ട്, ഇല്ലേ? ഉണ്ടാവും. ഞാൻ അങ്ങനെയുള്ള പ്രതിസന്ധിയിലൂടെ പോകുന്ന സഹോദരങ്ങളോട്, ഞാൻ ഉൾപ്പെടെയുള്ള എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ആരോടും പറയാറില്ല. എൻ്റെ കർത്താവിനോടല്ലാതെ ആരോടും പറയാറില്ല. ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, നമ്മൾ പറയുന്ന ഒരു വലിയ ദൈവദൂഷണമുണ്ട് കേട്ടോ. നമ്മൾ പറയുന്ന നമ്മൾ പരസ്പരം സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു വലിയ തെറ്റുണ്ട്. ദൈവത്തിന് ക്ഷമിക്കാൻ കഴിയാത്ത ഒരു പാപമുണ്ട്. നമ്മൾ പലപ്പോഴും സംസാരിക്കും, ദൈവത്തിന് പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല. മേലാൽ പറയരുതാണ്, എൻ്റെ കർത്താവിന് ഇപ്പോൾ പ്രവർത്തിക്കുവാൻ കഴിയും. അവിശ്വാസത്തിന്റെ വാക്കാണ്. ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ അവിടെ അടിമാലിയിൽ വന്നപ്പോൾ ഞാൻ ഞാൻ വചനം ശുശ്രൂഷിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യം ഓർമ്മയുണ്ടല്ലോ. ആ ദുരാത്മാവ് ബാധിച്ച കുഞ്ഞിനെ ഭൂതം ഉരുട്ടി അവനെ കൊല്ലാൻ ഭാവിക്കുന്ന ആ കാര്യം കർത്താവിന്റെ അടുക്കൽ വന്നിട്ട് ആ കുഞ്ഞിന്റെ അപ്പൻ പറയുന്ന ഒരു ഭാഗമുണ്ടല്ലോ. എന്താ പറഞ്ഞേ? കർത്താവേ, എൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയി അവർക്ക് അവനെ സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല. നിന്നാൽ കഴിയുമെങ്കിൽ ഇവന് സൗഖ്യം കൊടുക്കും. കണ്ടോ? കർത്താവ് രൂക്ഷമായി കർത്താവിനെ ശാസിച്ചുകൊണ്ട് ചോദിക്കും, എന്നാൽ കഴിയുമെന്നോ, നിന്നാൽ കഴിയുമെന്നോ? നീ എന്തോ പറഞ്ഞത്? നിന്നാൽ കഴിയുമെന്നോ? യേശുവിനോട് ആ വാക്ക് പറയാൻ പാടില്ല. നിന്നാൽ കഴിയും എന്നുള്ള വാക്ക് കർത്താവിനോട് പറയാൻ കൊള്ളുകയില്ല. ഈ ഉടൻ തന്നെ അവൻ കണ്ണുനീരോട്, അതാണ് കണ്ണുനീരോടെ അവൻ നെഞ്ചത്ത്, അവൻ ആ മാറത്ത് കൈവച്ചുകൊണ്ട് അവൻ പറയുകയാണ്, യോ കർത്താവേ, എനിക്ക് തെറ്റിപ്പോയി. വിശ്വസിക്കുന്നവന് സകലവും കഴിയും. ദൈവത്തിന് സകലവും കഴിയും. കേട്ടോ സഹോദരങ്ങളെ, എൻ്റെ പ്രിയമുള്ളവരെ, വിശ്വസിച്ചോ? വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. കേട്ടോ? അവിശ്വാസത്തിന്റെ രാത്രിയിൽ കാലുകൾ ഇടറിയ ഈ ശിഷ്യന്മാരുടെയും ഈ സഹോദരിമാരുടെയും കാലുകളെ കർത്താവ് ബലപ്പെടുത്തി അവിശ്വാസത്തിന്റെ രാത്രിയിൽ നിന്ന് അവരെ വിശ്വാസത്തിന്റെ പകലിലേക്ക് കർത്താവ് നടത്തി. ഇതാണ് ദൈവസ്നേഹം. ഇതൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ട് കേട്ടോ സഹോദരങ്ങളെ. ഇതൊക്കെ ഞാനിത് പറയുമ്പോൾ തന്നെ എൻ്റെ ഹൃദയത്തിൽ ഞാൻ അനുഭവിക്കുന്ന ആനന്ദമുണ്ടല്ലോ, ആ സന്തോഷം ചെറുതല്ല. എൻ്റെ കർത്താവിന് സകലവും കഴിയും. ആ വിശ്വാസത്തിന്റെ പകലിൽ നടക്കുവാൻ ഇതോട് ചേർത്ത് എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തില് ഈ രാത്രിയെക്കുറിച്ചും ആ രാത്രിയിൽ നടക്കുന്നതിനെ കുറിച്ചും ഒക്കെ നമ്മുടെ കർത്താവ് പറയുന്നുണ്ട്. നമ്മൾ രാത്രിയിൽ ജീവിക്കേണ്ടവരല്ല, പകലിൽ ജീവിക്കേണ്ടവരാണ്. കണ്ടോ? അവിശ്വാസത്തിന്റെ രാത്രിയാണ് യോഹന്നാൻ 11-ലെ രാത്രി. ഇനി ആറാമതായി വേറൊരു രാത്രിയെ കുറിച്ച് പറയുന്നുണ്ട്. അത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 16-ഉം 17-ഉം വാക്യങ്ങളിലാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 16-ാം അധ്യായത്തിന്റെ 16-ഉം
പടക് കയറി കടലിനക്കരെ കപ്പർന്നഹൂമിലേക്ക് യാത്രയായി. ഇരുട്ടായ ശേഷവും യേശു അവരുടെ അടുക്കൽ വന്നിരുന്നില്ല. കൊടുങ്കാറ്റടിക്കിയാൽ കടൽ കോപിച്ചു. അവർ 4-5 നാഴിക ദൂരത്തോളം വലിച്ച ശേഷം, ഞാൻ ഒറ്റ വാക്കിൽ പറയട്ടെ, ഇത് ഒരു രാത്രിയിലെ സംഭവമാണ്. ഇത് എന്നോട് ചേർത്ത് നമ്മൾ മത്തായി സുവിശേഷം 14-ാം അധ്യായം വായിച്ചാൽ അവിടെ ഇത് പറയുന്നുണ്ട്. കർത്താവ് ശിഷ്യന്മാരോട് അക്കരയ്ക്ക് പോകാൻ പറയുക. 15 മുതലുള്ള വാക്യങ്ങൾ ഇവിടെ 6. തന്നെ പിടിച്ച് രാജാവാക്കുവാൻ ശ്രമിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ശിഷ്യന്മാർ കടൽപ്പുറത്തേക്ക് ഇറങ്ങി പടക് കയറി കടലിനക്കരെ കപ്പർന്നഹൂമിലേക്ക് പോവാണ്. ഗലീല കടലിലൂടെ. ഗലീല കടലിൽ ഇസ്രായേൽ സഞ്ചരിക്കുമ്പോൾ നമ്മൾക്ക് യാത്ര ചെയ്യാൻ പറ്റും. ശാന്തമായ കടലെന്നാണ് പേരെങ്കിലും അത് വളരെ ശാന്തമായ ഒരു കടലാണ്. കടലൊന്നും തിരയൊന്നുമില്ല, ഇളകത്തില്ല. ഈ പടകിൽ ഇവർ യാത്ര ചെയ്യുമ്പോഴാണ് ശാന്തമായി കടല് കോപിച്ചു. ഇരുട്ടായ ശേഷവും, രാത്രിയായി, ഇരുട്ടായ ശേഷവും കർത്താവോടെ വന്നില്ല. ആ കടലിൽ അഭീകരമായ രാത്രിയിൽ, തൊട്ടറിയുവാൻ കഴിയുന്ന ഇരുട്ട് വ്യാപരിച്ചിരിക്കുന്ന രാത്രിയിൽ, കാറ്റ് ആഞ്ഞടിച്ച് പടക് മുങ്ങുമാറാകുവോളമായ, മുങ്ങത്തക്ക വിധത്തിൽ ആ കടലിലെ പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തിൽ വലഞ്ഞ പടകിൽ ഈ ശിഷ്യന്മാർ തണ്ടു വലിച്ച് വലയുമ്പോൾ യേശു അവരെ ഒറ്റയ്ക്ക് വിടുന്നതായി അവർക്ക് തോന്നി. വന്നില്ല യേശു. പല നാഴികരും ദൂരത്തായി പടക്. യേശു വന്നില്ല. ആ ശിഷ്യന്മാരുടെ ഉള്ളിൽ വന്ന ചിന്ത എന്താണ്? ഞങ്ങളെ രക്ഷിക്കാൻ ആരുമില്ല. ഈ രാത്രിക്ക് നമ്മൾക്കൊരു പേര് പറയാം, അനാഥത്വത്തിന്റെ രാത്രി. ആരുമില്ല എന്ന തോന്നൽ ഉളവാക്കുന്ന രാത്രി. ദൈവത്തിലെ ഞാൻ ചുരുക്കി പറയട്ടെ, സമയലാഭത്തിന് വേണ്ടി ഇല്ല. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളെ കൈവിടുകയില്ല. രാത്രിയുടെ 4-ാം യാമത്തിൽ കടലിനെ ശാന്തമാക്കിയിട്ടല്ല, ഓർക്കണം, കടലിനെ ആക്കിയിട്ടല്ല, ആ തിരമാലകളുടെ നടുവിലൂടെ ആ രാത്രിയിൽ ഇളകി മറിയുന്ന ആ കടലിന്റെ മീതെ നടന്ന് യേശു ആ പടകിനോട് സമീപിച്ചിട്ട് പറയുകയാണ്, ഞാനാണ്, നിങ്ങൾ പേടിക്കണ്ട. കേട്ടോ? നമ്മുടെ കർത്താവ് ഒരിക്കലും നമ്മളെ അനാഥരായിട്ട് വിടുന്നവൻ. ഇവിടെ സൂക്ഷിച്ച് പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കർത്താവ് ആ പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തിൽ ആ കടലിന്റെ തിരയുടെ മീതെ കൂടെ നടന്നാണ് വരുന്നത്. കർത്താവ് കടലിനെ ശാന്തമാക്കിയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഏത് പ്രതികൂലത്തിന്റെ നടുവിലും നമ്മൾ തനിച്ചല്ല. കേട്ടോ? നമ്മുടെ പടക് മുങ്ങാൻ തുടങ്ങുക, കാറ്റാഞ്ഞടിക്കുക, ഈ അന്തരീക്ഷം ശാന്തമല്ല. എന്നാൽ കർത്താവ് നമ്മളെ ഒരു പാഠം പഠിപ്പിക്കുക, നീ തനിച്ചല്ല. നീ കൊടുങ്കാറ്റിലായിരിക്കുമ്പോൾ ഞാനും നിന്റെ കൂടെ കൊടുങ്കാറ്റിലുണ്ട്. നിന്നെ തിരമാല മുക്കാൻ തുടങ്ങുമ്പോൾ നീ തനിച്ചല്ല, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. നിന്റെ പടക് മുങ്ങാൻ തുടങ്ങുമ്പോൾ നീ തനിച്ചല്ല, ഞാൻ നിന്റെ കൂടെയുണ്ട്. കർത്താവ് എത്ര വലിയ സന്ദേശമാണ് കർത്താവ് നൽകുന്നത്. യെശയ്യാ പ്രവചനത്തിലെ ഒരു വാക്യം നമ്മൾ എല്ലാവർക്കും മനപ്പാഠം അറിയാമല്ലോ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. അല്ലേ? ഇത് എപ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്ന പ്രാർത്ഥനയിലൊക്കെ അവിടെ കർത്താവ് പറയുന്ന ഒരു വചനം എന്താ? നീ വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും.
നീ തീയിൽ കൂടെ കടക്കേണ്ടി വന്നാൽ ഞാൻ നിന്റെ കൂടെ ഇരിക്കും. എന്നിട്ട് അവിടെ നിർത്തരുത്. ആ ജലം നദി നിന്നെ മുക്കുകയില്ല, പിന്നെ അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. ഈ വചനം അറിയാത്തവരാരും ഈ ക്ലാസ്സിൽ എന്നെ കേൾക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവർക്കും ഈ വചനം അറിയാം. ഞാൻ ഒരു വാക്ക് ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ഈ വെള്ളത്തിൽ കൂടെ കടക്കുന്നുണ്ട് നമ്മൾ മുങ്ങിപ്പോകാത്ത? വെള്ളത്തിൽ കൂടെ പോകുന്നുണ്ട് നമ്മൾ അവിടെ മുങ്ങി മരിക്കാത്തതിന്റെ കാരണം എന്താ? നമ്മൾ ഉത്തരം പറയും എന്താ? കർത്താവ് കൂടെ ഉള്ളതുകൊണ്ടാണെന്ന് പറയും. അങ്ങനെ പറഞ്ഞാൽ പോരാ. തീക്കകത്തൂടെ പോകുന്നു, പക്ഷെ തീ നമ്മളെ ദഹിപ്പിക്കുന്നില്ല. അതിന്റെ കാരണം എന്താ? അപ്പോഴും നമ്മൾ പറയും കർത്താവ് കൂടെ ഉണ്ട്, അല്ലേ? എന്നാൽ അതിൻ്റെക്കാളൊരല്പം അർത്ഥമുണ്ട്. എന്താ? ഈ വെള്ളത്തെ സൃഷ്ടിച്ചവനാരാ? വെള്ളത്തിന്റെ സൃഷ്ടാവ് ആരാ? സ്തോത്രം. ഈ തീയെ സൃഷ്ടിച്ചവൻ ആരാ? ഈ തീയുടെ സൃഷ്ടാവ് ആരാ? അഗ്നിജ്വാലയുടെ സൃഷ്ടാവ് ആരാ? സൃഷ്ടിക്ക് സൃഷ്ടാവിനെ വല്ലതും ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ആ സൃഷ്ടാവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഈ വെള്ളത്തിനോ കർത്താവ് സൃഷ്ടിച്ച തീക്കോ ഒന്നിനും നമ്മളെ ദഹിപ്പിച്ചു കളയാനോ നമ്മളെ മുക്കിക്കളയുവാനോ കഴിയില്ല. ധൈര്യപ്പെടാമോ? ഇത് നല്ല താളാത്മകമായിട്ട് ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾ അതേ നിലയിൽ ആസ്വദിക്കുന്നുണ്ട്. ഇത് വിശ്വസിക്കാമോ? ദൈവത്തിന് സ്തോത്രം. സമ്പൂർണമായിട്ട് വിശ്വസിക്കുക. ഞാൻ അനാഥനല്ല. അനാഥത്വത്തിന്റെ രാത്രിയെ സനാതനത്തിന്റെ പകലാക്കി കർത്താവ് മാറ്റുന്നതാണ് ഈ 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. എന്നാൽ ഇത്രയും നമ്മൾ ചിന്തിച്ച സ്ഥിതിക്ക് ഈ സുവിശേഷത്തിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു രാത്രിയെ കൂടെ നമ്മൾ ചിന്തിക്കാതെ അവസാനിപ്പിച്ചാൽ ഈ ക്ലാസ് പൂർണ്ണമാകുകയില്ല. 9-ാം അധ്യായത്തിലേക്ക് വന്നേ. അവിടെ അക്ഷരാർത്ഥത്തിലുള്ള ഒരു രാത്രി എന്ന് പറയാൻ സാധിക്കുമെന്ന് എനിക്കറിഞ്ഞുകൂടാ, എന്നാൽ അതൊരു രാത്രിയാണ്. 9-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം നയിക്കും. യോഹന്നാൻ 9:4. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരും. കർത്താവിന്റെ വേല, കർത്താവ് പറയുകയാണ്, പിതാവിന്റെ ജോലി അഥവാ എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം ഞാൻ ചെയ്യേണ്ടതാണ്. എന്നാൽ ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത ഒരു രാത്രി വരാൻ പോവുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്ന് ഈ ക്ലാസ്സിൽ ഇപ്പോൾ സംബന്ധിക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളോട് മാത്രമല്ല, യൂട്യൂബിൽ ഈ സന്ദേശം കേൾക്കാൻ പോകുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോടും വളരെ സ്നേഹത്തോടെ ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് വ്യക്തമായി ഓർമ്മിപ്പിക്കട്ടെ. ഒരൊറ്റ മനുഷ്യന്റെ അണിവിരല് ചലിപ്പിക്കുവാൻ കഴിയാത്ത ഭീകരമായ ഒരു രാത്രി വരാൻ പോവുകയാണ്. അവിടെ എഴുതിയിരിക്കുന്നത് എന്താ? ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത, ഒരു വ്യക്തിക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത രാത്രി വരാൻ പോവുകയാണ്. എന്ത് ചെയ്യണം? ആ രാത്രിക്ക് മുമ്പേ മനുഷ്യൻ കർത്താവിങ്കലേക്ക് വരണം. ഇപ്പോൾ വെളിച്ചമുണ്ട്. ഈ വെളിച്ചമുള്ളപ്പോൾ വെളിച്ചത്തിൽ നടക്കണം. ഏതാണ് വെളിച്ചം? ഏതാണ് വെളിച്ചം? ഞാൻ ഇന്ന് രാത്രി ഓർമ്മിപ്പിക്കട്ടെ. ഞാന് ദൈവ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ 3 കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാം.
യേശുക്രിസ്തു പറഞ്ഞു, ഞാനാണ് ലോകത്തിന്റെ വെളിച്ചം. 8-ാം അധ്യായം 12-ാം വാക്യം. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. ഇപ്പോൾ ഇവിടെ വെളിച്ചമുണ്ട്. യേശുക്രിസ്തു ഇവിടെ ഉണ്ട്. ഈ വെളിച്ചം ഇവിടെ ഉണ്ട്. പകലുള്ളിടത്തോളം നീ ഒരു കാര്യം ചെയ്യ്, ഈ വെളിച്ചത്തിൽ നടക്കും, ഈ വെളിച്ചത്തിൽ നടക്ക്. ഇന്ന് നീ ഈ വെളിച്ചത്തിലേക്ക് വാ, യേശുവിന്റെ അടുക്കലേക്ക് വാ. നമ്മൾ പഠിക്കുന്ന ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്ന 3-ാം അധ്യായത്തിൽ ഇതുണ്ട്. നീ ഇപ്പോൾ വെളിച്ചത്തിൽ വരണം. എന്താണ് ന്യായവിധി? 3:19. എന്താ ന്യായവിധി? വെളിച്ചം എന്നതോ, ന്യായവിധി എന്നതോ, കണ്ടോ, ന്യായവിധി എന്നതോ, വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യന്റെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ വെളിച്ചത്തിലേക്ക് വരാതിരിക്കുന്നതാണ് ന്യായവിധി. കണ്ടോ? ഇന്ന് ഈ സമയത്ത് എൻ്റെ വാക്കുകളെ കേൾക്കുന്ന സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, യേശു എന്ന വെളിച്ചം ഇവിടെ ഉണ്ട്. നീ വെളിച്ചത്തിലേക്ക് വാ, യേശുവിലേക്ക് വാ. നീ ഇരുട്ടിൽ നിന്ന് രക്ഷ പ്രാപിക്ക്, യേശുവിന്റെ അടുക്കലേക്ക് വാ. 2, എന്താണ് വെളിച്ചം? ദൈവത്തിന്റെ വചനമാണ് വെളിച്ചം. സുവിശേഷമാണ് വെളിച്ചം. മനുഷ്യന്റെ കണ്ണ് തുറപ്പിച്ച് അവനെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന ഏക സന്ദേശം സുവിശേഷമാണ്. സുവിശേഷത്തിന് മാത്രമേ മനുഷ്യന്റെ ഇരുട്ട് മാറ്റാൻ കഴിയൂ. മനുഷ്യനെ വെളിച്ചത്തിൽ നടത്താൻ സുവിശേഷത്തിന് കഴിയുകയുള്ളൂ. ഇന്ന് രാത്രി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, ഈ വചനം എവിടെ ചെന്നിട്ടുണ്ടോ അവിടെ എല്ലാം വെളിച്ചത്തിന്റെ വെൺപകൽ ഉദിച്ചിട്ടുണ്ട്. എവിടെ? മനുഷ്യനെ സാംസ്കാരികമായി ഉയർത്തി, വിദ്യാഭ്യാസപരമായി മനുഷ്യനെ ഉയർത്തി, മനുഷ്യന്റെ ജീവിതത്തിൽ ധാർമ്മിക ബോധം നൽകി, മനുഷ്യനെ ഉയർത്തി ഉത്കൃഷ്ടനാക്കിയ വെളിച്ചത്തിന്റെ സന്ദേശമാണ് സുവിശേഷം. ദൈവവചനം, വെളിച്ചം, യഥാർത്ഥ വെളിച്ചം സുവിശേഷമാണ്, ദൈവത്തിന്റെ വചനമാണ്. ഇന്ന് രാത്രിയിൽ ഇവിടെ നമ്മളൊക്കെ രാത്രിയാണ്. ഈ സമയത്ത് എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതരോട് ഞാൻ പറയട്ടെ, സുവിശേഷത്തിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടാത്ത ഏതോ ഒരു മനുഷ്യനും ഇരുട്ടിലാണ്, കൂരിരുട്ടിലാണ്. 3, ലോകത്തിന് വെളിച്ചമായി ദൈവം നൽകിയിരിക്കുന്ന 3-ാമത്തെ വെളിച്ചം ദൈവസഭയാണ്. സഭയെ വിളിച്ചിരിക്കുന്നതിന് നിലവിളക്കെന്നാണ്. എന്തുകൊണ്ടാണ് സഭയ്ക്ക് നിലവിളക്കെന്ന് പേര് വരുവാൻ കാരണം? അന്ധകാര നിബിഡമായി ലോകത്തിൽ സത്യ വെളിച്ചത്തിന്റെ പൊൻകിരണങ്ങൾ പ്രസരിപ്പിക്കുവാൻ, സ്ഫുരിക്കുവാൻ കഴിയുന്നത് ദൈവത്തിന്റെ സഭയ്ക്കാണ്. ഇന്നത്തെ സഭ കൊട്ടും ചെണ്ടയും മുത്തുക്കുടയും മറ്റേതും മറിച്ചതും കുരിശും കൊന്തയും എല്ലാമായിട്ട്, ഇന്നലെ ഞങ്ങളെ ഒരു സ്ഥലത്തു നിന്ന് വന്നപ്പോ എൻ്റെ ദൈവമേ, അരമണിക്കൂർ റോഡിൽ കിടക്കുക. എന്താ? ഒരു 10,000 പേര് കാണും. ഇന്നവരുടെ ചെണ്ടമേളം, ഇന്ന കൂട്ടരുടെ ചെണ്ടമേളം, ഇന്ന കൂട്ടർ. എവിടാണ് പ്രിയപ്പെട്ടവരെ സ്വർഗത്തിലെ ദൈവം ചെണ്ടമേളത്തിന്റെ കാര്യം പറഞ്ഞിരിക്കുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഇതാണോ സഭ? ലോകത്തിന് വെളിച്ചം കൊടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം സ്ഥാപിച്ചിരിക്കുന്ന നിലവിളക്കാണ് ദൈവത്തിന്റെ സഭ. ആരും, ഞാൻ വളരെ പ്രകോപിതനായിട്ട് പറയുന്നെന്നോ അങ്ങനെ ഒന്നും ചിന്തിക്കുക. സത്യവചനം യഥാർത്ഥമായിട്ട് സംസാരിക്കുകയാണ്. ഓർക്കുക, യഥാർത്ഥ സഭ ഈ ലോകത്തിന് സുവിശേഷത്തിന്റെ പ്രകാശനം, യേശുവിന്റെ പ്രകാശം, മനുഷ്യന്റെ ജീവിതത്തിൽ പ്രകാശം നൽകുന്നതാണ് സത്യസഭ, ദൈവത്തിന്റെ സഭ. ഇത് 3മാണ് ഇന്ന് ലോകത്തിൽ ദൈവം വച്ചിരിക്കുന്ന വെളിച്ചം. ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, ഈ വെളിച്ചം ഇവിടെ നിന്ന് മാറ്റപ്പെടും. കർത്താവായ യേശു തന്റെ സഭയെ ഇവിടെ നിന്ന് തിരിച്ചു വിളിക്കും. ഈ ഭൂമിയിൽ യേശുവിന്റെ സാന്നിധ്യമില്ലാത്ത ഒരു സന്ദർഭം വരും.
ഈ ഭൂമിയിൽ സുവിശേഷത്തിന്റെ സാന്നിധ്യമില്ലാത്ത ഒരു സമയം വരും. അപ്പത്തിനു വേണ്ടിയുള്ള വിശപ്പല്ല, വെള്ളത്തിനു വേണ്ടിയുള്ള ദാഹവുമല്ല, വചനം ഇവിടെ ലഭിക്കാത്ത ഒരു ഭീകര രാത്രിയിലേക്ക് ഈ ലോകം വലിച്ചെറിയപ്പെടാൻ പോകുകയാണ്. ഏതാണ് ആ രാത്രി? ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത ആ രാത്രി ഏതാണ്? വെളിപാട് പുസ്തകം 6 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളിലെ ഭീകരമായ രാത്രി കേട്ടോ. സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ രക്തവർണമാകും. ആ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന മുദ്രയുടെ 7 മുദ്ര, 7 കാഹളം, 7 കലശം, ഇവയുടെ ന്യായവിധിയാണ് വെളിപാട് പുസ്തകത്തിലുള്ളത്. 3 മേഖലകളെയാണ് അത് ബാധിക്കുന്നത്. ഒന്ന്, ഭൂമിയിലെ മുഴുവൻ സസ്യങ്ങളെയും വൃക്ഷങ്ങളെയും മുഴുവൻ നശിപ്പിക്കും. ഈ കാലഘട്ടത്തിൽ ഓക്സിജൻ കിട്ടത്തില്ല മനുഷ്യന്. ഇവിടെ വൃക്ഷവും സസ്യങ്ങളും ഇല്ലാതെ വരുമ്പോൾ ഓക്സിജൻ കിട്ടാതെ വരും. 2, കാഞ്ഞിരം പോലെ കയ്ക്കുന്ന വെള്ളം, കടലിലെയും കരയിലെയും വെള്ളം, നദിയിലെ വെള്ളം, കിണറ്റിലെ വെള്ളം, കാഞ്ഞിരം എന്ന പേരുള്ള ഒരു കാഹളം ധ്വനിക്കാൻ പോകുകയാണ്. കുടിക്കാൻ പറ്റില്ല. ഇനി കടലിലെ വെള്ളം രക്തവർണമാകും. രക്തവർണമെന്നല്ല, രക്തമായി തീരും. തീർന്നില്ല. 3, ഈ ന്യായവിധി വാദിക്കുന്നത് ജ്യോതിർഗോളങ്ങളെയാണ്. പ്രകാശമില്ല, സൂര്യനില്ല, ചന്ദ്രനില്ല, നക്ഷത്രങ്ങളില്ല. ഓർക്കണേ, മിന്നാമിനുങ്ങിന്റെ നുറുങ്ങുവെട്ടമെങ്കിലും ഒന്ന് മിന്നിക്കാണിക്കാൻ കഴിയുന്ന ഒരു നക്ഷത്രം പോലും ആ ന്യായവിധിയുടെ കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടാവില്ല. വിശ്വസിച്ചോ? ഇല്ലെങ്കിൽ രക്ഷിക്കപ്പെടാത്തവരാണെങ്കിൽ കണ്ണാലെ ഇത് കാണാൻ പോവുകയാണ്. ഞങ്ങൾ ചുമ്മാതെ പറയുകയല്ല, ബൈബിൾ ചുമ്മാതെ പറയുകയല്ല. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത ഒരു രാത്രി വരാൻ പോവുകയാണ്. സ്തോത്രം. എന്നാൽ കർത്താവ് പറയുകയാണ്, പകലുള്ളിടത്തോളം വെളിച്ചത്തിൽ നടന്നോ. 2, ഇവിടെ വെളിച്ചമുണ്ട്, ഞാനിവിടെ ഉണ്ട്, ദൈവത്തിന്റെ വചനം ഇവിടെയുണ്ട്, ദൈവസഭ ഇവിടെയുണ്ട്. വെളിച്ചത്തിലേക്ക് വാ. ഭീകരമായ രാത്രി വരുന്നതിനു മുമ്പ്, ഘോരമായ രാത്രി വരുന്നതിനു മുമ്പ് ഇന്ന് ഈ വെളിച്ചത്തിലേക്ക് മാറി നിൽക്കുവാൻ നമ്മൾക്ക് സാധിക്കുന്നു എന്നുള്ളത് ജീവിതത്തിലെ മഹാഭാഗ്യമാണ്. സ്തോത്രം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തില് പൗലോസ്ലീഹ പറഞ്ഞ് 8 മുതലുള്ള വാക്യങ്ങൾ നോക്കൂ. പൗലോസ്ലീഹ പറഞ്ഞു, മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു. മുമ്പേ നിങ്ങൾ ഇരുളിലായിരുന്നു എന്നല്ല. എഫേസ്യ ലേഖനം പഠിച്ചപ്പോൾ നമ്മൾ ചിന്തിച്ചതാണ്. ഇരുളിലായിരുന്നു എന്നല്ല, പിന്നെ മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, എന്നാൽ ഇപ്പോൾ കർത്താവിൽ വെളിച്ചമാണ്. യേശു തമ്പുരാൻ പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രിയിലേക്ക് വലിച്ചെറിയപ്പെടുന്നതിന് മുമ്പേ ഒരു തീപ്പന്തമായി, ഒരു പ്രകാശമായി, ഒരു വെളിച്ചമായി ഈ ലോകത്തിൽ ശോഭിക്കുവാൻ നമ്മളെ സമർപ്പിക്കാൻ തയ്യാറാണോ എന്നുള്ളതാണ് ഇവിടെ വളരെ പ്രസക്തമായ ചോദ്യം. ദൈവമേ, എന്റെയും നിന്റെയും സ്ഥാനം, നിങ്ങളുടെയും സ്ഥാനം, ഉത്തരവാദിത്വം ചെറുതല്ല. വെളിച്ചം കൊടുക്കുവാൻ നമ്മൾക്ക് സാധിക്കട്ടെ. കർത്താവിന്റെ കരങ്ങളിൽ നമ്മളെ ഭരമേൽപ്പിക്കുന്ന ഒരു സന്ദർഭം കൂടെ ആയിത്തീരട്ടെ ഇത്. യോഹന്നാന്റെ സുവിശേഷത്തിലെ രാത്രികൾ പറഞ്ഞത് 7 രാത്രികളെ കുറിച്ച് നമ്മൾ, ഈ രാത്രികൾ നമ്മൾക്ക് നൽകുന്നത് ഉന്നതമായ ആത്മീയ സത്യങ്ങളാണ്. യോഹന്നാൻ
സുവിശേഷം 3-ാം അധ്യായത്തിൽ ഭീരുത്വത്തിന്റെ രാത്രി മാറി വെളിച്ചത്തിന്റെ പകലിലേക്ക്, ഈ ധീരതയുടെ പകലിലേക്ക് വരുന്ന വീണ്ടും ജനിച്ച ഒരു ദൈവവിരലിന്റെ ഭാഗ്യകരമായ അനുഭവം ചെറുതല്ല. ഇന്ന് നമ്മൾ ഈ വിഷയം ചിന്തിക്കാൻ കർത്താവ് സഹായിച്ചു. മുന്നോട്ട് നമ്മൾക്ക് അധിക കാര്യങ്ങൾ പഠിക്കാൻ കഴിഞ്ഞില്ല, എന്നാൽ ഈ വിഷയം സംബന്ധിച്ച് ഒരു ധാരണ ഉണ്ടാകുവാൻ ദൈവാത്മാവ് സഹായിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവ എല്ലാം തന്നെ ദൈവം നമ്മളോട് വ്യക്തിപരമായി സംസാരിച്ചിട്ടുണ്ട്. ഈ ഭീരുത്വത്തിന്റെ രാത്രി മുതൽ ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരെയുള്ള നമ്മൾ പഠിച്ച ഈ രാത്രികൾ തീർച്ചയായിട്ടും നമ്മളോട് സംസാരിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വ്യക്തമായിട്ട് ധരിക്കുന്നു. ദൈവം നമ്മളെ ബോധ്യപ്പെടുത്തിയ കാര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാനും ക്രമീകരിക്കുവാനും കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.